ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ സയൻസ് ആണ്. ഫുഡ് ഫോർ ഹെൽത്ത്. ഈ ഒരു പാഠഭാഗത്തിൻ്റെ ലേറ്റസ്റ്റ് എസ്എസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ന്യൂട്രിയൻസ് ആൻഡ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ ദം ഇൻ പ്ലെൻറ്റി ആർ ഗിവൺ ബിലോ. മാച്ച് ദം ഡ്രോയിങ് ലൈൻസ്. ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് ഭക്ഷണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളോട് മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഏതിൽ നിന്നാണ് കിട്ടുന്നത്? സെറിയൽസിൽ നിന്നാണ് കിട്ടുന്നത്. മിനറൽസ് കിട്ടുന്നത് ഏതിൽ നിന്നാണ്? ലീഫി വെജിറ്റബിൾസിൽ നിന്നാണ് കിട്ടുക. ഫാറ്റ്, കൊഴുപ്പ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഓയിൽ നിന്നാണ് കിട്ടുക. പ്രോട്ടീൻസ് ഏതിൽ നിന്നാണ് കിട്ടുക? പൾസസ് അല്ലെങ്കിൽ എഗ്ഗിൽ നിന്നൊക്കെ നമുക്ക് പ്രോട്ടീൻസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണത് മാച്ച് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഹെൽത്ത് ഇഷ്യൂ ഫേസ്ഡ് ബൈ എ പേഴ്സൺ ഹു ഡസ് ഇറ്റ് ഈറ്റ് ഫുഡ് കണ്ടെയ്നിങ് അയഡിൻ. അയഡിൻ കണ്ടൻറ്റുള്ള ഫുഡ് നമ്മൾ കഴിച്ചില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് വരുന്ന അസുഖം ഏതാണ്? അതിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്, അല്ലേ? ഇനി അടുത്തത് എന്താണ്? മൂന്നാമത്തെ ചോദ്യം, അവർ ബോഡി കാൺ ഡൈജസ്റ്റ് ഫൈബർ. ഇഫ് സോ, വൈ ഈസ് ഇറ്റ് സെഡ് ദാറ്റ് വി ഷുഡ് ഈറ്റ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ ഫൈബർ. നമ്മുടെ ഭക്ഷണത്തിന് ഫൈബറിന് ഡൈജസ്റ്റ് ചെയ്യാൻ, ഫൈബർ എന്ന് പറഞ്ഞാൽ നാരുകൾ എന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ മാങ്ങയൊക്കെ കഴിക്കുമ്പോൾ അതിലുള്ള നാരുകളൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണ്? അതിനെയാണ് ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫൈബർ ഡൈജസ്റ്റ് ചെയ്യാൻ, അതിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്? ഇതാണ് ഉത്തരം വരുന്നത്. ഫൈബേഴ്സ് ഹെൽപ്പ് ഇൻ ദ സ്മൂത്ത് മൂവ്മെൻറ്റ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ത്രൂ ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൻകുടലാണ്. നമ്മുടെ വൻകുടലിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വേസ്റ്റ്, അല്ലെ, ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫൈബേഴ്സിൻ്റെ ആവശ്യമുണ്ട്, അല്ലേ? അപ്പോൾ ഈസി ആയിട്ടുള്ള ബവൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, ഈസി ആയിട്ട് വേസ്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകണമെങ്കിൽ, അല്ലേ, പുറത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ഫൈബേഴ്സ് അത്യാവശ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യമാണ്, വിച്ച് ന്യൂട്രിയൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദി ഹെൽത്ത് ഓഫ് ടീത്ത്. ഫ്രം വിച്ച് ഫുഡ് ഐറ്റംസ് ഡു വി ഗെറ്റ് ദിസ് ന്യൂട്രിയൻറ്റ്. നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ളത് ഏത് വൈറ്റമിൻ ആണെന്നാണ് ചോദിക്കുന്നത്. എന്തിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെയുള്ള വൈറ്റമിൻസ് കിട്ടുന്നത് എന്നാണ് ചോദ്യം വരുന്നത്. ഇതറിയാം നമുക്ക്. കണ്ടോ, ബോൺസിൻ്റെയും ടീത്ത്, ഇവിടെയും ടീത്ത് വന്നിട്ടുണ്ട്, ഇവിടെയും ടീത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് രണ്ട് വൈറ്റമിൻസ് ആണ് നമുക്ക് അത്യാവശ്യമായി വരുന്നത്? വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും ആണ്. എന്താ ആൻസർ എഴുതാം? ഏതൊക്കെ വൈറ്റമിൻസ് ആണ് അത്യാവശ്യം? വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഡി ആണ് അത്യാവശ്യം. വൈറ്റമിൻ സി നമുക്ക് ഏതിൽ നിന്നൊക്കെ കിട്ടും? ഗൂസ്ബെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിക്കയിൽ നിന്ന് കിട്ടും. ഡ്രംസ്റ്റിക് ലീവ്, മുരിങ്ങയിലയിൽ നിന്ന് കിട്ടും. പപ്പായയിൽ നിന്ന് കിട്ടും. ഇനി വൈറ്റമിൻ ഡി നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാവുന്നത് സൺലൈറ്റിൽ നിന്നാണ്, സൂര്യപ്രകാശത്തിൽ നിന്നാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫുഡ് ആയതുകൊണ്ട് ഏതൊക്കെ കൊടുക്കാം? ഡയറി പ്രോഡക്ട്സ്, മിൽക്ക്, കേർഡ്, അതിൽ നിന്നൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഫാറ്റി ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാർഡൈൻ, ചാള, മാക്കറൽ, അയില, അല്ലെ, സാൽമൺ, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും? വൈറ്റമിൻ ഡി കിട്ടും. ടീച്ചർ ഗേവ് മീ ആൻ അയൺ ടാബ്ലറ്റ് ടുഡേ. അഞ്ചാമത്തെ ചോദ്യമാണ്, ദ ടീച്ചർ ഗേവ് മീ ആൻ അയൺ ടാബ്ലറ്റ് ടുഡേ ബട്ട് ഐ ഡിഡ്ന്റ് ഈറ്റ് ഇറ്റ്. ഡു യു അഗ്രി വിത്ത് അരുണ? വൈ. ടീച്ചർ ഇന്ന് എനിക്ക് അയൺ ടാബ്ലറ്റ് തന്നു, പക്ഷെ ഞാനത് കഴിച്ചില്ല. അരുണയാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾ പലരും ചെയ്യുന്ന കാര്യമാവും, അല്ലേ? സ്കൂളിൽ നിന്ന് തന്ന ടാബ്ലറ്റ് കഴിക്കാണ്ടിരിക്കുക. ഒരിക്കലും ചെയ്യരുത്. എല്ലാവരും അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് കഴിക്കണം. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് തരുന്നത്. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ആ സ്റ്റേറ്റ്മെൻറ്റിനോട്? നോ. അപ്പോൾ നമ്മൾ ആൻസർ കൊടുത്തു, ഇല്ല, ഞാൻ എഗ്രി ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഇറ്റ് മേ അഡ്വേഴ്സ്ലി എഫക്റ്റ് അവർ ഹെൽത്ത് ബിക്കോസ് if enough iron is not obtained through food, it leads to anemia. Iron tablets are distributed in schools to prevent anemia caused by iron deficiency. എന്താ? ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? അയൺ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിലൂടെ എത്തുന്നില്ലെങ്കിൽ, നമുക്ക് വേണ്ടത്ര അയൺ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ എന്തിന് കാരണമാകും? അത് അനീമിയ, വിളർച്ചയ്ക്ക് കാരണമാകും. എന്തുകൊണ്ടാണ് വിളർച്ച ഉണ്ടാകുന്നത്? അയൺ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ സഹായിക്കുന്നത്, അല്ലേ? അപ്പോൾ അയൺ കുറയും തോറും നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവും കുറയും. ഓക്കെ, അപ്പോൾ അയൺ ടാബ്ലറ്റ്സ് എന്തിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഈ തരത്തിലുള്ള വിളർച്ച, അനീമിയ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അയൺ മൂലമുള്ള വിളർച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള അയൺ ടാബ്ലറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അത് കഴിക്കാതെ ഇരിക്കരുത്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ റിക്വയർഡ് ബൈ അവർ ബോഡി ഇൻ ലെസ്സർ ക്വാണ്ടിറ്റീസ്. ഹെൻസ് ഇറ്റ് ഈസ് ഇനഫ് ടു ഇൻക്ലൂഡ്
small quantities of food item which contain them in our diet. This is a child's opinion. Do you agree with this? Why? വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിന് ചെറിയ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ മാത്രം അതുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ മതി. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? അപ്പോൾ എന്താ ആൻസർ ഞാൻ കൊടുത്തിട്ടുള്ളത്? ഓക്കെ, ഞാൻ ഇതാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. ഐ ഡിസഗ്രി വിത്ത് ദിസ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ബിക്കോസ് ഇഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ നോട്ട് അവൈലബിൾ ഇൻ സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റീസ്, ഡെഫിഷ്യൻസി ഡിസീസസ് റിലേറ്റഡ് ടു ദം മേ ഒക്കർ. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം എന്താണ്? വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ എത്തണം അല്ലേ? അങ്ങനെ ആവശ്യത്തിന് എത്തിയില്ലെങ്കിൽ ആ വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങളും ഡെഫിഷ്യൻസി ഡിസീസസും നമുക്ക് വരാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിലെ ലേറ്റസ്റ്റ് എസ്എസ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്